Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഇംഗ്ലീഷിന്റെ മൊഡ്യൂൾ 2 ഡ്രാമ സെക്ഷനിൽ വരുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള 10 ഡ്രാമകളാണ് HSA ഇംഗ്ലീഷിന്റെ സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രാമാസ് അറിഞ്ഞു വെക്കുന്നത് നമുക്ക് എപ്പോഴും ഉപകാരപ്രദമാണ്. കാരണം മിക്കവാറും ഉള്ള എക്സാംസിന്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും PSCയുടെ ഇംഗ്ലീഷ് എക്സാംസ് HSST HSA ഒക്കെ എടുത്താലും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന കുറച്ച് നാടകങ്ങളുണ്ട്. ആ നാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ, അല്ലെ? വെയിറ്റിംഗ് ഫോർ ഗോദോ, നമ്മുടെ ഗോദോയുടെ കഥ. ഗോദോയെ നമ്മൾ ഈ ഡ്രാമയിൽ കാണുന്നില്ല, എന്നാൽ പോലും ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് ഗോദോ തന്നെയാണ്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ ഗോദോ. രണ്ടുപേര് ഗോദോയ്ക്ക് വേണ്ടി നാളുകളായിട്ട് കാത്തിരിക്കുകയാണ്. ഗോദോ വരുന്നില്ല. ഗോദോയ്ക്കായിട്ടുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പിലാണ് ഇവര് തുടരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡ്രാമ എഴുതിയത് ആരാണെന്ന് അറിയാമോ? സാമുവൽ ബെക്കറ്റ് ആണ് കേട്ടോ. സാമുവൽ ബെക്കറ്റ് എന്ന ജീനിയസിന്റെ എല്ലാ എബിലിറ്റീസും ഒരുപോലെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാമുവൽ ബെക്കറ്റ് എന്ന ഡ്രമാറ്റിസ്റ്റിന്റെ എല്ലാ കേപ്പബിലിറ്റീസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് റൈറ്റർ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ബെക്കറ്റിന്റെ ഒരു പോർട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ ഏത് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അബ്സ്വേർഡിസം കാറ്റഗറിയിലാണ്. അതായത് നമ്മൾ പലപ്പോഴും പറയും അബ്സ്വേർഡ്, അതായത് മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിട്ടിക് കം റൈറ്റർ പെൻ ചെയ്തിട്ട് പോലും ഉണ്ട് തിയേറ്റർ ഓഫ് അബ്സ്വേർഡിനെ കുറിച്ച്. ഓക്കെ, സോ ഈ അബ്സ്വേർഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്നെസ്, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ, അതാണ് അബ്സ്വേർഡിറ്റി. സോ അബ്സ്വേർഡിറ്റി എന്ന് പറയുന്നതും ലൈഫിന്റെ ഒരു സ്റ്റേജ് തന്നെയാണ്. നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് എന്ത്? അബ്സ്വേർഡിറ്റി എന്നും പറയുന്നത്. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. സാമുവൽ ബാർക്ലേ ബെക്കറ്റ് 13th April 1906 മുതൽ 22nd December 1989 വരെ ആ ടൈം പീരീഡ് was an Irish born existentialist writer of novels, plays, short stories and poems. Okay, so സാമുവൽ ബാർക്ലേ ബെക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 13th April 1906 മുതൽ 22nd December 1989 വരെ ആ ടൈം പീരീഡ് was an Irish born existentialist writer of novels, plays, short stories and poems. Okay, നോവൽസും പ്ലേസും ഷോർട്ട് സ്റ്റോറീസും പോംസും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് റൈറ്ററിന്റെ ഭാഗത്തു നിന്നും. ഹിസ് ലിറ്റററി ആൻഡ് തിയേറ്ററിക്കൽ വർക്ക് ഫീച്ചേഴ്സ് ബ്ലീക്ക്, ഇംപേഴ്സണൽ ആൻഡ് ട്രാജിക് കോമിക് എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ് often coupled with black comedy and nonsense. Okay, അതായത് ശരിക്കും പറഞ്ഞ ഈ അബ്സ്വേർഡിറ്റി അല്ലെങ്കിൽ നോൺസെൻസ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യ സമയത്ത് എല്ലാവരും പെജറേറ്റീവ് ആയിട്ട് പുച്ഛത്തോടു കൂടി തള്ളിയിരുന്ന ഒരു മേഖലയാണ്. എന്നാൽ സാമുവൽ ബെക്കറ്റിനെ പോലെയുള്ള ജീനിയസുകൾ ഈ മേഖലയിൽ വന്നിട്ട് അവർക്കുള്ള ഏറ്റവും നല്ല കഴിവുകൾ ഈ ഒരു മേഖലയിൽ നാടകങ്ങൾ എന്ന രൂപത്തിലേക്കൊക്കെ മാറ്റുമ്പോഴാണ് ശരിക്കും ഇത്രത്തോളം സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നീട് ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുകയും ഇവർക്ക് ഒരുപാട് സക്സസസ് ഉണ്ടാവുകയും അവരൊക്കെ തന്നെ ഈ ഒരു ഐഡിയ കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിസ് ലിറ്റററി ആൻഡ് തിയേറ്ററിക്കൽ വർക്ക് ഫീച്ചേഴ്സ് ബ്ലീക്ക്, impersonal and tragicomic experiences of life often coupled with black comedy and nonsense. His work became increasingly minimalist as his career progressed, involving more aesthetic and linguistic experimentation with techniques of stream of consciousness, repetition and also self-reference. See, നോക്കി, ഈ stream of consciousness എന്നൊക്കെ പറയുന്ന മേഖലകളിൽ കൈവച്ചിട്ടുള്ള റൈറ്റേഴ്സ് വളരെ വിരളമാണ്, വളരെ കുറവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെയിംസ് ജോയ്സ് ഈ ഒരു മേഖലയിൽ തന്റെ സംഭാവനകളെല്ലാം തന്നെ നൽകിയിട്ടുള്ള മികച്ച ഒരു റൈറ്ററാണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം റൂം ഓഫ് വൺ സോൺ അടക്കമുള്ള വർക്കുകൾ എഴുതിയിട്ടുള്ള നമ്മുടെ സ്വന്തം മോഡേൺ റൈറ്റർ വിർജീനിയ വൂൾഫ്. ഓക്കെ, അപ്പൊ ഈ വിർജീനിയ വൂൾഫ് ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ എഴുതുന്ന റൈറ്റർ കൂടിയായിരുന്നു. അപ്പൊ ജെയിംസ് ജോയ്സും വിർജീനിയ വൂൾഫും ഒക്കെയാണ് ഈ മേഖലകളിൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. സോ അവരെ പോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള റൈറ്ററാണ് ബെക്കറ്റും. ഓക്കെ, ശരിക്കും ബെക്കറ്റ് ആണ് ഇതിന്റെയൊക്കെ തന്നെ തുടക്കക്കാരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എക്സ്പെരിമെന്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, ഈ ടെക്നിക്ക് എന്താണെന്ന് അറിയാമോ? അതായത് ഈ ഒരു ടെക്നിക്ക് പോപ്പുലറൈസ് ചെയ്ത റൈറ്റേഴ്സ് പറയുന്നത് ശരിക്കും നമ്മളൊരു നാടകം കാണുമ്പം അല്ലെങ്കിൽ ഒരു നോവൽ കാണുമ്പം ഒരു കഥാപാത്രത്തിന്റെ മനസ്സിലൂടെ ആ കഥാപാത്രം എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അതായത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ടല്ലോ. സോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്തൊക്കെയാണ് ആ കഥാപാത്രം ചിന്തിക്കുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു
ബിയെ പോലെ ആ കഥാപാത്രത്തിന്റെ തലച്ചോറിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മുടെ എന്താണ് ഓഡിയൻസിന് അഥവാ റീഡേഴ്സിന് ഒരു അവസരം കൊടുക്കുന്ന രീതിയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. ആരുടെ കോൺഷ്യസ്നസ് ആണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റിന്റെ അഥവാ മെയിൻ ക്യാരക്ടറുടെ എന്താണ് കോൺഷ്യസ്നെസ്സിനാണ് നമ്മൾ ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രത്യേകത. ഹി ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ലാസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് എ കീ ഫിഗർ ഇൻ വാട്ട് മാർട്ടിൻ നെസ്ലിൻ കോൾഡ് ദ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്. ഓക്കെ, അപ്പോൾ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്ന ഐഡിയ അടക്കം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ആരാണ്? നമ്മുടെ മാർട്ടിൻ നെസ്ലിനാണ് കേട്ടോ. മാർട്ടിൻ നെസ്ലിന്റെ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്ന ഐഡിയ കൂടുതലായിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് മോഡേൺ റൈറ്റേഴ്സിന്റെ അടക്കം ഇടയിൽ കൊണ്ടുവന്ന് സജീവമാക്കാനായിട്ട് സാധിച്ചത് ബെക്കറ്റിനാണ്. ഓക്കെ, സോ ബെക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഓൾ ടൈം ജീനിയസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. നാടകങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ അതിന് ബെക്കറ്റിനെ മാതൃകയാക്കണം എന്ന് തന്നെ നമ്മൾ പറയണം. ഇപ്പൊ ട്രാജഡി എഴുതുകയാണെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മോഡൽ ഓഫ് കോഴ്സ് നമ്മുടെ ഷേക്സ്പിയർ ആണ് അല്ലെ. റൊമാൻറ്റിക് കോമഡി അദ്ദേഹത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ മികച്ചതായിട്ട് ഒരുപാട് റൈറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രാജഡിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഓൾ ടൈം ജീനിയസ് എന്ന് ഷേക്സ്പിയറിനെ വിളിക്കാൻ പറ്റും അല്ലെ. എല്ലാ നാടകങ്ങളും ഇനി അതുപോലെ തന്നെ റൊമാൻറ്റിക് കോമഡികൾ എടുക്കുകയാണെങ്കിലും ആ കൂട്ടത്തിലും വളരെ മികച്ചതുണ്ട്. ഫോർ എക്സാമ്പിൾ 12th നൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പസ്റ്റ്, ഇങ്ങനെയുള്ള നല്ല നല്ല വർക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് റൈറ്റർക്ക് സാധിച്ചു. എ റെസിഡന്റ് ഓഫ് പാരീസ് ഫോർ മോസ്റ്റ് ഓഫ് ഹിസ് അഡൾട്ട് ലൈഫ്, ബെക്കറ്റ് റോട്ട് ഇൻ ബോത്ത് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, ഫ്രഞ്ച് ലാംഗ്വേജിലും ഇംഗ്ലീഷിലും ആയിരുന്നു ബെക്കറ്റിന്റെ കൂടുതൽ സംഭാവനകൾ. During the Second World War, Beckett was a member of the French resistance group Gloria SMH, Réseau Gloria, and was awarded the Croix de Guerre in 1949. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധം ഒക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഫ്രഞ്ച് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ മെമ്പർ ആയിരുന്നു. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. അതായത് പല ഗ്രൂപ്പുകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഗ്രൂപ്പുകളുടെ പേരിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ ലോക മഹായുദ്ധങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതിന് പകരം പലവരും വിഭജിച്ച് പല ഗ്രൂപ്പുകളായിട്ട് മാറുമ്പം ആ ഗ്രൂപ്പിന്റെ ഓർഡേഴ്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവർ ശ്രമിക്കുന്നത് അല്ലേ. He received the 1969 Nobel Prize in Literature for his writing, which in new forms for the novel and drama in the destitution of modern man acquires its elevation. Okay, ശരിക്കും പറഞ്ഞാൽ മോഡേൺ മാൻ്റെ പെർസ്പെക്റ്റീവ്സ്, അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ബെക്കറ്റിനെ പോലെയുള്ള മികച്ച ഡ്രമാറ്റിസ്റ്റുകളിലൂടെയാണ്. ഓക്കെ, അതായത് നമ്മുടെ കഥയല്ലേ ആ പറയുന്നത് അല്ലെങ്കിൽ നമ്മളുമായിട്ട് സിമിലാരിറ്റി ഉള്ള സ്റ്റോറി അല്ലേ അവിടെ പറഞ്ഞു പോകുന്നത് എന്നുള്ള തരത്തിൽ പോലും റെഫറൻസുകൾ കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. In 1961, he shared the inaugural Prix International with George Louis Borges. He was the first person to be elected Sai of Azodana in 1984. Okay, അപ്പോൾ പൊളിറ്റിക്സിലായാലും അല്ലാതെയുള്ള മേഖലകളിലായാലും ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു മികച്ച എഴുത്തുകാരനാണ് നമ്മുടെ സാമുവൽ ബെക്കറ്റ്. ഓക്കെ, ശരിക്കും ബെക്കറ്റിനെ പോലെയുള്ള റൈറ്റേഴ്സിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ബയോഗ്രഫി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല. ഓക്കെ, ഐറിഷ് ബോൺ ആയിട്ടുള്ള ഐറിഷ് ലിറ്റററി റിവൈവലിന്റെ ഒക്കെ എല്ലാ ഐഡിയാസും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മികച്ച കോൺട്രിബ്യൂഷൻസുമായിട്ട് ഒരു റൈറ്റർ വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. ഓക്കെ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും ഡ്രാമാറ്റിസ്റ്റുകളെ കുറിച്ച് ഉണ്ടായിരിക്കണം. അപ്പൊ അടുത്ത നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡ്രാമ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരേ ചോദ്യ പേപ്പറിൽ 3 ചോദ്യങ്ങൾ വരെ ഒരേ നാടകത്തിൽ നിന്ന് അപ്പിയർ ചെയ്യുന്നു. അതായത് ഒരു വർഷം തന്നെ ആ ഒരു ഇയറിൽ നടന്ന പരീക്ഷാ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു നാടകത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ദേ വെയിറ്റിംഗ് ഫോർ ഗോദോ. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു നാടകം പഠിക്കുന്നതിന്റെ ഗുണം. ഒരേ നാടകത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ. സോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു നാടകം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വരുന്ന പരീക്ഷകളിലും ഈ ഒരു നാടകം ഉറപ്പായിട്ടും ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. സോ നീ നോക്കി, നല്ലൊരു കഥയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോയുടെ കഥ. നിങ്ങൾക്ക് പലർക്കും ഈ കഥ അറിയായിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് തന്നെ നമ്മുടെ ഒപ്പം പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പേര് കുറച്ച് ഇയർ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഇനി കുറച്ച് പേര് ഇതേ വളരെ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും. സോ അവർക്ക് ഈ ഒരു സ്റ്റോറി അത്യാവശ്യം അറിയായിരിക്കും. എന്നാൽ പോലും BEd ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവുമല്ലോ. സോ ആ സമയത്ത് നമ്മൾ നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ ഇപ്പം ഇവിടെ പൊടിതട്ടി എടുക്കാനായിട്ട് പോവാണ്. ഈ ഡ്രാമ നമ്മൾ ഇവിടെ പഠിച്ചെടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. അബ്സേർഡ് ഡ്രാമകളുടെ പ്രത്യേകത ഏതാ? അതായത് കഥാപാത്രങ്ങൾ ഈ മൈനർ ക്യാരക്ടേഴ്സിനെ കൂട്ടി നമുക്ക് വിരലെണ്ണിൽ തീരാത്ത കണക്കിനുള്ള മൈനർ ക്യാരക്ടേഴ്സ് ഒന്നും അബ്സേർഡ് ഡ്രാമയിൽ വരാറില്ല. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ തന്നെയായിരിക്കും ഏറ്റവും വലിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടക്കാനായിട്ട്
പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം ഹൈപ്പ് ഇട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഡ്രാമയുടെ പ്രത്യേകത. സോ വെയിറ്റിംഗ് ഫോർ ഗോദോ, രണ്ടാൾക്കാര് ഒരു മരച്ചുവട്ടില് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? നോക്കി, ഈ മരത്തിന്റെ പ്രത്യേകത തന്നെ അബ്സ്വേർഡിറ്റി ആണ്. അതായത് ഒരു ബാരൻ ലാൻഡ് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇലകളൊന്നുമില്ലാത്ത, ഇലകളെല്ലാം ഷെഡ് ചെയ്ത ഒരു മരവും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് തന്നെ സൂചിപ്പിക്കുന്നത് അബ്സ്വേർഡിറ്റി ആണ്. അതായത് ഒന്നുമില്ലായ്മയും അതുപോലെ തന്നെ പെസിമിസം ഒക്കെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ രണ്ട് ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും ഗോദോയെ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ ഗോദോയെ കാത്തിരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഇവരുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രഗൻ ആൻഡ് വ്ളാഡിമിർ എന്നാണ്. ഓക്കെ, so Waiting for Godot, tragicomedy in 2 acts by Irish writer Samuel Beckett, published in 1952 in French as An Attendant Godot and first produced in 1953. ആദ്യത്തെ നല്ലൊരു ചോദ്യം നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ ലഭിച്ചു. അതായത് നമ്മുടെ An Attendant Godot എന്നുള്ളത് വെയിറ്റിംഗ് ഫോർ ഗോദോയുടെ ഫ്രഞ്ച് ടൈറ്റിലാണ്. ഫ്രഞ്ച് ടൈറ്റിലാണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ടൈറ്റിലാണ്. ആദ്യം ഇത് അപ്പിയർ ചെയ്യുന്നത് 1952 എൻ അറ്റൻഡന്റ് ഗോദോ എന്നുള്ള പേരിലാണ്. എൻ അറ്റൻഡന്റ് ഗോദോ. ഓക്കെ, സോ ഇത് എന്താണ് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യം ഫ്രഞ്ച് ലാംഗ്വേജിലാണ് 1952. 53 പിന്നീട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? എൻ അറ്റൻഡന്റ് ഗോദോ. എൻ അറ്റൻഡന്റ് ഗോദോ. ഓക്കെ, ഈ എൻ അറ്റൻഡന്റ് ഗോദോ എന്നുള്ള പേര് പിന്നീട് എങ്ങനെ മാറ്റി നമ്മള്? വെയിറ്റിംഗ് ഫോർ ഗോദോ. വെയിറ്റിംഗ്, അതായത് ഇത് ഇത്രയേ ഉള്ളൂ. അതായത് വെയിറ്റിംഗ് ഫോർ എന്നുള്ള ഒരു വേർഡും കൂടെ നമ്മൾ ചേർത്തു. എൻ അറ്റൻഡന്റ് എന്നുള്ള വാക്കിന്റെ മീനിങ് ട്രാൻസ്ലേഷൻ ആണ് വെയിറ്റിംഗ് ഫോർ എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ഗോദോ, ഗോദോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഓക്കെ, 1952 പബ്ലിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ 53 തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതേ നോക്കി, 1906 മുതൽ 1989 വരെയായിരുന്നു നമ്മുടെ മികച്ച റൈറ്റർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ബെക്കറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ വെയിറ്റിംഗ് ഫോർ ഗോദോയുടെ ഒരു ഐഡിയ നോക്കാനായിട്ട് പോവാണ്. ഇറ്റ്സ് ആൻ ഇന്നോവേറ്റീവ് ഡ്രാമ വിച്ച് വാസ് ഓൾസോ എ ഹ്യൂജ് സക്സസ് ഇൻ തിയേറ്റർ ഓഫ് ദ അബ്സ്വേർഡ്. തിയേറ്റർ ഓഫ് ദ അബ്സ്വേർഡിനുള്ള ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഉത്തരം ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ ആയിരിക്കും. കാരണം അത്രത്തോളം പ്രത്യേകത ആ ഒരു ഡ്രാമയ്ക്ക് വരുന്നുണ്ട്. ദ പ്ലേ ഫോളോസ് 2 men, വ്ളാഡിമിർ ആൻഡ് ഈസ്ട്രഗൻ. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈസ്ട്രഗനും വ്ളാഡിമിറും. വേണമെങ്കിൽ ഇവിടെ കണ്ട പോർട്രൈറ്റിൽ ഒരാൾ ഈസ്ട്രഗനും ഒരാൾ വ്ളാഡിമിറും ആണെന്ന് വേണേൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവർ രണ്ടുപേരുമാണ് കഥയിലുള്ളത്. The men wait beside a tree for a mysterious man. ഇവർ രണ്ടുപേരും നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മരത്തിന്റെ അണ്ടറിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ആളാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഓക്കെ, ഒരാളിനോട് നമുക്ക് സാധാരണയായിട്ട് ഒരാളിനെ കാണണമെങ്കിൽ അല്ലെ ഒരാളിന്റെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കും, ഇല്ലേ? ഇപ്പൊ നമുക്ക് ഒരാളുടെ വീട്ടിൽ പോകണം, നമ്മൾ അയാളുടെ വീടിന്റെ ലൊക്കാലിറ്റിയിൽ എത്തിയിട്ട് അടുത്തുള്ള ആളിനോട് ചോദിക്കും, അല്ലെ? അയാളുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തിരക്കും. അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് തിരക്കാനായിട്ട് ഒരു മനുഷ്യരോടും സാധിക്കില്ല ഗോദോയെ പറ്റി. കാരണം ഗോദോ മിസ്റ്റീരിയസ് ആണ്, ആരും കണ്ടിട്ടില്ല. However, we learned that Godot constantly sends word that he will arrive tomorrow, but that never falls. Okay, that never happens. എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോദോ ഇടയ്ക്കിടയ്ക്ക് ഇവർക്കൊരു കത്ത് അയക്കും. ഓക്കെ, കത്ത് അഡ്രസ് ത്രൂ അയക്കൊന്നും അല്ല ചെയ്യുന്നത്. ഒരു ബോയ് ഉണ്ട്, ഒരു മെസ്സഞ്ചർ ബോയ് ഉണ്ട്. ഈ കുട്ടി ഒരു ബോയ്, ഇവനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഈസ്ട്രഗനെയും വ്ളാഡിമിറിനെയും കണ്ടിട്ട് കത്ത് കൊടുത്തിട്ട് പോകും. ഓക്കെ, കത്തിനകത്ത് കാണും ഞാൻ ഇന്ന് വരില്ല, നാളെ ഉറപ്പായിട്ടും വരും എന്നുള്ള രീതിയിലായിരിക്കും ആ കത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെയിറ്റിംഗ് ഫോർ ഗോദോ സമ്മറി വിൽ ഹെൽപ്പ് യു ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്ലേസ് മീനിങ്. ഇറ്റ്സ് ആൻ ഇന്നോവേറ്റീവ് ഡ്രാമ. ഓക്കെ, so which was also a huge success in theatre of the absurd. The play follows 2 characters, Eastragan and Vladimir, men waiting beside a tree for a mysterious man. So in other words, this play is where literally nothing happens with no certainty. Okay, എന്തെങ്കിലും സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥ. നമ്മൾ സർട്ടൺ ആണ് നമ്മുടെ ഡിസിഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പാണ്, നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ 100% ഉറപ്പാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള തീരുമാനമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു സർട്ടണിറ്റിയും ഇല്ല. ഒരു കാര്യത്തിലും നമുക്ക് ഒന്നിനോടും ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റില്ല. ഇന്ന് ഗോദോ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ആയിട്ട് 100% പറയാൻ പറ്റില്ല. ദർ ഇസ് എ പോസിബിലിറ്റി. ഓക്കെ, ഒരു പ്രോബബിലിറ്റിയുടെയും പോസിബിലിറ്റിയുടെയും ഒക്കെ മുകളിൽ പോകുന്ന ഒരു കഥയാണിത്. In other words, this place where literally nothing happens with no certainty. In addition, you will find that there is nothing to do in this play. Okay, ഇവർ രണ്ടുപേരും ഒന്നും
ഒന്നും ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാൻ പോകുന്നതായിട്ടോ ഫുഡ് കഴിക്കുന്നതായിട്ടോ റെസ്റ്റ് ചെയ്യുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. രണ്ടുപേരും എപ്പോഴും വെയിറ്റിംഗിലാണ്. ഓക്കെ, എന്നാൽ നമുക്കറിയാം ലൈഫിന്റെ ഒരു ഹാർഡ് സൈഡ് തന്നെയാണ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മൾ ഒരാളിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ്. സോ അവർ എത്രത്തോളം ഡിലേ ആകുന്നോ അത്രത്തോളം ഹാർഡ് ആയിരിക്കും നമ്മുടെ ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത്. The two men keep waiting for other man, Lucky and Puso, every day. Further in waiting for Godot's summary, we will see Eastragon does not remember anything well. He has a dull memory and they keep waiting for Godot daily at the same place. അതായത് ഈ കൂട്ടത്തിൽ ഈസ്ട്രഗനും വ്ളാഡിമറും ഉണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടെ ഡള്ളായിട്ടുള്ള മന്ദത അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈസ്ട്രഗനാണ്. ഈസ്ട്രഗൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചോ നമ്മൾ ഈ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, അയാൾക്ക് മറവി രോഗമാണെന്നൊക്കെ പറയില്ലേ, അതേ ഒരു ക്യാരക്ടറാണ് ഈസ്ട്രഗൻ. പിന്നെയും കുറച്ചെങ്കിലും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒരു യാഥാർത്ഥ്യ ബോധ്യമുള്ളത് വ്ളാഡിമറിന് മാത്രമാണ്. ഓക്കെ, അതിന്റെ പേരിൽ തന്നെ ഈസ്ട്രഗനും വ്ളാഡിമറും തമ്മിൽ ഒത്തിരി ഫൈറ്റ് നടക്കുന്നുണ്ട്. സോ ഈസ്ട്രഗനും വ്ളാഡിമറും കാത്തിരിക്കുകയാണ്. ഈസ്ട്രഗനോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നെന്നോ എവിടെയാണ് കാത്തിരിക്കുന്നതെന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ കൈവശം ഉത്തരം ഉണ്ടാവില്ല. എന്നും ഒരേ മരച്ചുവട്ടിൽ സെയിം പ്ലേസിൽ അവർ കാത്തിരിക്കുന്നു. സിമിലർലി Godot never comes but keeps assuring them that he will visit tomorrow through a boy. Okay, so ഒരു ബോയിലൂടെ കത്തയക്കുന്നുണ്ട്, ഇന്ന് ഞാൻ വരില്ല, നാളെ ഉറപ്പായിട്ടും എൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോദോ എപ്പോഴും ഒരു ബോയ് ആണല്ലോ, മെസ്സഞ്ചർ ബോയ് ആണല്ലോ അയക്കുന്നത്. ഗോദോ പലതിൻ്റെയും പ്രതീകമാണ്, സിംബോളിക് ആയിട്ടാണ് ഗോദോ എന്നുള്ള പേര് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗോദോ ഹോപ്പ് ആണെന്നും അതുപോലെ തന്നെ ഗോദോ ലവ് ആണെന്നും ഗോദോ ഗോഡ് ആണെന്നും ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് വളരെയധികം നമുക്കറിയാം ഗോഡ്ലി തോട്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ കാത്തിരിക്കുന്നത് ഗോഡിന്റെ ഫൈനൽ കോളിന് വേണ്ടി, ഗോഡിന്റെ അറൈവലിന് വേണ്ടിയൊക്കെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഗോദോയെ നമുക്ക് ഗോഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. പല ക്രിട്ടിക്സും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ Beckett never take that risk to explain who is really Godot. Okay, ഗോദോ ശരിക്കും ആരാണെന്നുള്ള റിസ്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ആരും റെഡിയല്ല, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ആരും റെഡിയല്ല, നമ്മുടെ ബെക്കറ്റ് റെഡിയല്ല. സോ അതിന് ഉള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പല ക്രിട്ടിക്സിനും അഭിപ്രായത്തിൽ ഗോദോ എന്നുള്ള പേര് ഗോഡ്, GOD കവർ ചെയ്തിട്ടല്ലേ OT വരുന്നത്. സോ ഗോഡ് ആണെന്നും ഹോപ്പ് ആണെന്നും ഒക്കെ പറയാൻ പറ്റും. Vladimir and Eastragon wait at the side of a road near a tree, agreeing that there is nothing to be done. Eastragon struggles to take off one of his boots. Okay, നമ്മൾ ഇവിടെ കാണുന്നത് ഇവർ ഈ മരച്ചുവട്ടിൽ കാത്തിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ റോസൻഗ്രാൻസ് ആൻഡ് ഗിൽസ്റ്റൺ ആർ ഡെഡ് എന്ന് പറഞ്ഞിട്ട് ടോം സ്റ്റോപ്പാഡിന്റെ ഒരു നാടകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു, അല്ലെ? അതിനകത്ത് റോസൻഗ്രാൻസും ഗിൽസ്റ്റണും ഇങ്ങനെയാണ്, അവർക്കൊന്നും ചെയ്യാനില്ല, അവരെപ്പോഴും ഐഡിയൽ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതുപോലെയാണ് സംഹൗ നമ്മുടെ ഈസ്ട്രഗനും വ്ളാഡിമറും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ Eastragon and Vladimir are there waiting at the side near a tree, agreeing that there is nothing to be done. And Eastragon ആണല്ലോ കുറച്ചും കൂടെ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് എപ്പോഴും അപ്പിയർ ചെയ്യുന്നത്. ഈസ്ട്രഗന്റെ കയ്യിൽ ഒരു ബൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഈ ബൂട്ട്സിന്റെ ബൂട്ട് ടൈയും കാര്യങ്ങളും ഒന്നും റിമൂവ് ചെയ്യാനായിട്ടോ പ്രോപ്പർ ടൈ ചെയ്യാനായിട്ടോ ഒന്നും നമുക്ക് ഈ ഷൂ ലേസ് പോർഷൻ ഉണ്ടല്ലോ അതൊന്നും പ്രോപ്പർ ആക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈസ്ട്രഗന് പറ്റുന്നില്ല. കുറേ നേരമായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? വീണ്ടും വീണ്ടും ചെയ്ത കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ Vladimir asks if Eastragon has ever read the Bible. Eastragon says all he remembers are some colored maps of the Holy Land. Vladimir tells Eastragon about the two thieves crucified along with Jesus. Okay, ബൈബിളിലെ കുറേ റെഫറൻസ് ഈ നാടകത്തിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതും വളരെ കോൺട്രവേഴ്ഷ്യലാണ്. കാരണം തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് അല്ലെങ്കിൽ അബ്സേർഡിറ്റി പോലെയുള്ള ഒരു തീം ഡീൽ ചെയ്യുന്ന നാടകത്തിൽ എങ്ങനെയാണ് ബൈബിൾ തീംസ് നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? വലിയൊരു ചോദ്യമാണ്, അല്ലേ? ബൈബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്ലെന്റി ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കുന്നത്. സോ അങ്ങനെയുള്ള ബൈബിൾ എങ്ങനെ ഇവിടെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും? അതും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് വേയിൽ ആ ഒരു റെപ്രസെന്റേഷൻ നടത്താനായിട്ട് ബെക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബെക്കറ്റ് നല്ലൊരു പ്രസന്റേഷൻ തരുന്നുണ്ട്. ആൻഡ് നമ്മുടെ വ്ളാഡിമർ ഈസ്ട്രഗനോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ നീ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കുന്നത്? നിനക്ക് ഔട്ട് ഓഫ് മെമ്മറി ആണെന്ന് എനിക്കറിയാം. സോ ക്യാൻ യു പ്ലീസ് റികളക്ട് സം ഓഫ് ദ ഇൻസിഡൻസ് യു ഹാവ് റെഡ് ഇൻ ദ ബൈബിൾ എന്നൊക്കെ ചോദിക്കും. സോ സമയത്ത് നമ്മുടെ ഈസ്ട്രഗന്റെ മറുപടി ഞാൻ അതൊന്നും ഓർക്കുന്നില്ല, ഹോളി ലാൻഡിന്റെ കഥയാണെന്ന് എനിക്കറിയാം, കുറച്ച് കളർഫുൾ ആയിട്ടുള്ള എന്തൊക്കെയോ പിക്സ് ആൻഡ് ക്ലിക്സ് എൻ്റെ മനസ്സിലുണ്ട്, അതിനപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല.
വൺ ഓഫ് ദ ഗോസ്പെൽസ്. അപ്പൊ ഇത് നല്ല ചോദ്യം കേട്ടോ. വ്ളാഡിമർ ഈസ്ട്രഗനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഏത് തീം സ്റ്റോറിയെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രൂസിഫൈഡ്, അതായത് ജീസസിന്റെ ക്രൂസിഫിക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യവും 2 തീവ്സിന്റെ കഥയൊക്കെയാണ് ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്ളാഡിമർ ഈസ്ട്രഗനോടാ ചോദിക്കുന്നത്. ഓക്കെ, വ്ളാഡിമർ ടു ഈസ്ട്രഗൻ. കുറച്ചെങ്കിലും IQ ലെവൽ ബെറ്റർ ആയിട്ടുള്ളത് ആർക്കാണ്? അത് വ്ളാഡിമറിനാണ്. ആൻഡ് one of the gospels, സുവിശേഷങ്ങളാണ്, says that one of the thieves was saved, but Vladimir wonders if this is true. Estragon wants to leave, but Vladimir reminds him that they have to wait here for Godot. Estragon ആണെങ്കിൽ ഭയങ്കര എന്താണ് മീൻസ് ഒരു സ്ഥലത്ത് സെറ്റിൽ ആവാത്ത ടൈപ്പ് ക്യാരക്ടറും കൂടെയാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഈസ്ട്രഗൻ മറന്നു പോകും എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നതെന്ന്. സോ ആ സമയത്ത് എഗൈൻ നമ്മുടെ വ്ളാഡിമർ റിമൈൻഡ് ചെയ്യും, യു ആർ വെയിറ്റിംഗ് ഫോർ ഗോദോ, നമ്മൾ ഒരുമിച്ച് ഗോദോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഹാഫ് എ ടൈമിൽ നീ ലീവ് ചെയ്യുന്നത് ശരിയല്ല, നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ നീ പോകാനായിട്ട് പാടില്ല. സോ അങ്ങനെ എപ്പോഴും ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഈസ്ട്രഗൻ. Estragon and Vladimir debate whether they are in the right place and whether it's the right day for Godot to come. അവർ ആലോചിക്കുകയാണ്, അതായത് കുറേ ദിവസം മാസങ്ങളോ മാസങ്ങളോ അല്ല അവരവിടെ വരുന്നത്, വർഷങ്ങളായിട്ട് അവർ ഈ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ അറിയില്ല എത്ര നാളായി അവർ ഈ വെയിറ്റിംഗ് തുടങ്ങിയിട്ടെന്ന്. സോ അന്നേരം ഇവർ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇന്ന് ഗോദോ വരുമോ? ഇന്നലെയും ഇങ്ങനെ തന്നെയല്ലേ കേട്ടത്, ഗോദോ വന്നില്ല. മെസ്സഞ്ചർ ബോയ് വന്നിട്ട് പറഞ്ഞു ഗോദോ നാളെ വരുമെന്ന്. സോ ഇനിയും മെസ്സഞ്ചർ ബോയ് നമ്മളെ ഫൂൾ ആക്കുകയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇവർ മെസ്സഞ്ചർ ബോയോട് തട്ടിക്കയറുന്നുണ്ട് വേർ ഈസ് ഗോദോ എന്നുള്ള കാര്യത്തിൽ. അതും കൂടുതലും ഈസ്ട്രഗനാ ചെയ്യുന്നത്, ഷോർട്ട് ടെമ്പേർഡാ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇവർ വിചാരിക്കുകയാണ്, ഇന്ന് ആ റൈറ്റ് ഡേ ആണോ? എല്ലാത്തിനും ഒരു ദിവസം ഉണ്ടല്ലോ, ഇന്നാണോ ആ റൈറ്റ് ഡേ? ശരിക്കും ഇന്ന് ഗോദോ വരുമായിരിക്കോ? Estragon falls asleep and Vladimir immediately wakes him saying he was lonely without him. Okay, അങ്ങനെ ഈസ്ട്രഗൻ പെട്ടെന്ന് അങ്ങ് അസ്ലീപ്പ് ആവും. ആ സമയത്ത് നമ്മുടെ വ്ളാഡിമർ പറയും, സി യു ആർ ഡൂയിങ് എ ബാഡ് തിങ്, യു ആർ നോട്ട് ഗിവിങ് എ കമ്പനി ടു മീ. നമ്മൾ ഒരുമിച്ചാണ് ഒരു ടാസ്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. നമ്മുടെ ടാസ്ക് എന്താണ്? ഗോദോയെ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യണം. ഗോദോയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എല്ലാം തീരും. എവറിത്തിങ് ഗോദോയുടെ കയ്യിൽ എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ ഉണ്ട്. സോ നീ ചെയ്യുന്നത് കറക്റ്റ് അല്ല. നീ പകുതി വഴിക്ക് നിന്റെ ലക്ഷ്യം ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. ഹാവ് ടു വെയിറ്റ് ഫോർ ഗോദോ. സോ അതിനായിട്ട് നീ എന്താണ് ഉണർന്നിരിക്കണം. എനിക്ക് കമ്പനി തരേണ്ടത് നീയാണ്. Estragon starts to describe his dream, but Vladimir angrily stops him and tells him to keep his nightmares to himself. Okay, അങ്ങനെ നമ്മുടെ ഈസ്ട്രഗൻ ഉറക്കത്തിൽ കുറച്ച് ഡ്രീംസ് ഒക്കെ കണ്ടു. ആൻഡ് എന്താണ് ഈസ്ട്രഗൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനൊന്നും ഈ എന്താണ് തുമ്പും വാലും ഇല്ലാത്ത സ്വപ്നങ്ങളെന്ന് നമ്മൾ പറയത്തില്ലേ, തലയും വാലും ഇല്ലാത്ത സ്വപ്നങ്ങളെന്ന് പറയും. അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈസ്ട്രഗൻ കാണാറുള്ളത്. ഓക്കെ, ഒന്നിനും ഒരു ലോജിക്കും ഉണ്ടാവില്ല. ഈ ഡ്രാമയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മളിപ്പം ലിറ്ററേച്ചറിൽ പറയും കഥയിൽ ചോദ്യമില്ലാന്ന്. ആ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റിംഗ് ഫോർ ഗോദോയില്ല. എന്തുകൊണ്ടാണ് ഇവർ കാത്തിരിക്കുന്നത്? നോ ഐഡിയ. എന്തിനാ കാത്തിരിക്കുന്നത്? ഗോദോയ്ക്ക് വേണ്ടിയാ. എത്ര നാളായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? നോ ഐഡിയ. അങ്ങനെ പലതിനും ഇവർക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് മുമ്പിലുള്ളത്. അങ്ങനെ നമ്മുടെ ഈസ്ട്രഗൻ ആ ഉറക്കത്തിൽ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങളെല്ലാം കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ എന്താണ് വ്ളാഡിമറിനോട് പറയാനായിട്ടൊരു കഥയൊക്കെ രൂപീകരിച്ച് വെച്ചിരിക്കുകയാണ് ഈസ്ട്രഗൻ. വ്ളാഡിമർ തുടക്കത്തിൽ പറയും, നിന്റെ കഥകൾ ഒത്തിരി ഞാൻ കേട്ടതാണ്, നിന്റെ ഈ സ്റ്റോറിയും കൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, പ്ലീസ് ഡോണ്ട് ടെൽ ദാറ്റ് സ്റ്റോറി ടു മീ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യുവർ സ്റ്റോറി എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ബിസി ലൈഫിൽ നമ്മളൊക്കെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, റുട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചെന്നിരിക്കും, എന്നാലും നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ഈവൻ നമ്മൾ പറയും നമ്മൾ ഫ്രീ ആണെന്ന്. ശരിക്കും ഒരു മനുഷ്യരും ഫ്രീ ആകുന്നില്ല. സൈക്കോളജി പറയുന്നത് അവരുടെ മനസ്സെങ്കിലും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഒരിക്കലും ആരും ഫ്രീ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈവൻ ഇൻ അവർ ഡ്രീം, അതായത് സ്ലീപ്പ്, നമ്മൾ ഡ്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഓൺ ആണ്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഇവിടെ നടന്നു. ആൻഡ് നമ്മുടെ ഈസ്ട്രഗന്റെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്തു. ഈസ്ട്രഗൻ കുറെ നൈറ്റ്മെയർസ് ഒക്കെ കണ്ടു, അതുമായിട്ട് ചാടി എഴുന്നേറ്റു. എന്നിട്ട് നമ്മുടെ വ്ളാഡിമറിനോട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. വ്ളാഡിമർ വണ്ടേഴ്സ് വാട്ട് ഹി ആൻഡ് ഈസ്ട്രഗൻ ഷുഡ് ഡു ആൻഡ് ഈസ്ട്രഗൻ സേസ് ദേ ഷുഡ് കണ്ടിന്യൂ ടു വെയിറ്റ്. ഓക്കെ, അങ്ങനെ വ്ളാഡിമർ ആകെ വണ്ടേർഡ് ആണ്. വ്ളാഡിമർ ചോദിക്കും എന്ത് ചെയ്യാൻ, ഇനിയുള്ള ടൈം എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ഈസ്ട്രഗൻ സേസ് ദേ ഷുഡ് കണ്ടിന്യൂ ടു വെയിറ്റ്. ഈസ്ട്രഗന്റെ മറുപടി എന്താണ്? ദിവസം എന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലല്ലോ, ഇവിടെ വന്നിരിക്കുന്നു, കാത്തിരിക്കുന്നു. സോ ഇന്നും ചെയ്യാൻ അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ് ഫോർ ഗോദോ. ഗോദോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ. While waiting, Estragon suggests they hang themselves on the tree. Okay,
അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈസ്ട്രഗൻ പറയാണ് ലെറ്റ്സ് ഹാങ് അവർ സെൽഫ് ഓൺ ദ ട്രീ, നമുക്ക് ഈ മരത്തിൽ നമ്മളെ ഹാങ് ചെയ്തിടാം, ഹുക്ക് ചെയ്തിടാം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ഈസ്ട്രഗൻ വ്ളാഡിമറിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും വ്ളാഡിമറിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈസ്ട്രഗനെ ഒന്ന് നോർമൽ സൈക്കിളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എപ്പോഴും ഔട്ട് ഓഫ് മൈൻഡ് ആണ്, എപ്പോഴും എന്താണ് നെഗറ്റീവ്സ് ആണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗോദോ വരും എന്നുള്ള കാര്യത്തിൽ പോലും ശരിക്കും ഒരു പ്രതീക്ഷയില്ല. ആ സമയത്ത് വ്ളാഡിമർ പറയുന്നുണ്ട്, നീ ട്രസ്റ്റ് ചെയ്യണം, അതായത് നമ്മളിവിടെ ഗോദോ വരും എന്നുള്ള ഒരു ട്രസ്റ്റിലാണ് നിൽക്കുന്നത്. ആ ട്രസ്റ്റ് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു സമയത്ത് ഗോദോ വരാനുള്ള പോസിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു വെയിറ്റ്. ഓക്കെ, അങ്ങനെ അവർ വീണ്ടും മരച്ചുവട്ടിൽ കാത്തിരിക്കുകയാണ്, ഗോദോ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. The two disagree over who should hang himself first though, and Vladimir concludes that they should just wait for Godot. Okay, and ഇതിന്റെ ഇടയിൽ ഇവർ ഫുൾ അബ്സോർഡ് ടോക്കുകളിലല്ലേ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. രണ്ടുപേരുടെ ഇടയിൽ എഗെയിൻ കൺഫ്യൂഷൻ, ആരെ ഹുക്ക് ചെയ്തിടും, ട്രീയിൽ ആരെ ഹുക്ക് ചെയ്യും, ഹാങ് ചെയ്യും എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരും. എഗൈൻ വീണ്ടും നമ്മുടെ വ്ളാഡിമർ കൺക്ലൂഡ് ചെയ്യും, വി ക്യാൻ വെയിറ്റ്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, വീണ്ടും ഈ ട്രീയുടെ അണ്ടറിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെയിം സ്പോട്ടിൽ തന്നെ വർഷങ്ങളായിട്ട്, ഇവർക്ക് തന്നെ അറിയില്ല എത്ര ഡേയ്സ് ആയി ഇവർ ഈ ഒരു പ്ലേസിൽ എത്തിയിട്ട്, അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് എല്ലാ നൈറ്റ്സിലും ഇവർ ഒരു പ്ലേസിലേക്ക് റിട്ടേൺ ചെയ്യാറുണ്ട്. പിറ്റേ ദിവസം ഏർലി ഇൻ ദ മോർണിംഗ് ഇവർ ഈ സെയിം സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തും, എന്നിട്ട് ഗോദോയ്ക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യും. ഓക്കെ, ഒരു 2 ആക്ട് പ്ലേ ആണ്. അതുപോലെ തന്നെ കുറച്ചധികം ഫ്രഞ്ച് തിയേറ്ററിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഡ്രാമയും ഫ്രഞ്ച് തിയേറ്ററിക്കൽസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും മനസ്സിലാക്കി എടുക്കാനായിട്ടും ഒക്കെ സാധിക്കും. സോ ഒരു വണ്ടർഫുൾ പ്ലേ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ഗോദോ. ഓക്കെ, വെയിറ്റിംഗ് ഫോർ ഗോദോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഗോദോ വരുന്നുണ്ടോ, ഡ്രാമയുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഗോദോ തിരിച്ചെത്തുന്നുണ്ടോ, ഗോദോ ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ. നോക്കി, Estragon asks what Vladimir asked Godot for, and Vladimir says that he made a vague sort of prayer. Okay, Estragon ചോദിക്കുകയാണ്, asked Vladimir Godot and says that he made a vague sort of prayer. അതായത് ഈ ഗോദോ വരാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ദിവസവും നമ്മൾ ഇവിടെ വരുന്നു, കാത്തിരിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. നീ എന്തെങ്കിലും ഒരു ടാസ്ക് ഇതിനായിട്ട് ചെയ്യുന്നുണ്ടോ? ആൻഡ് ഇവർ എപ്പോഴും ചെയ്യുന്നത്, നമ്മുടെ ഈസ്ട്രഗന്റെ കയ്യിൽ ഒരു ബൂട്ട്സ് ഉണ്ട്, ആ ബൂട്ട്സിന്റെ നോട്ട് പ്രോപ്പർ ആക്കാനായിട്ട്, ലേസ് പ്രോപ്പർ ആക്കാനായിട്ട് ഇപ്പോഴും ഈസ്ട്രഗന് സാധിച്ചിട്ടില്ല. സെയിം പ്രോബ്ലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് ഒരു വലിയ റൗണ്ട് അബൌട്ട് സ്റ്റോറി ആയിട്ടാണ് ഈസ്ട്രഗൻ വ്ളാഡിമറിനോട് പറയുന്നത്. ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് വ്ളാഡിമർ ആകെ ഫെഡപ്പാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ള മൈൻഡിലാണ് വ്ളാഡിമർ ഉള്ളത്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോൾ വ്ളാഡിമർ പറയും, നിന്നെ പോലെയല്ല, ഞാനൊരു പ്രെയർ ഒക്കെ ഇടയ്ക്ക് റിസൈറ്റ് ചെയ്യാറുണ്ട്, സൈലന്റ് പ്രെയറിലൊക്കെ ഞാൻ എൻഗേജ്ഡ് ആവാറുണ്ട്, എന്നിട്ടാണ് ഞാൻ ഈ കാത്തിരിക്കാൻ വരുന്നത്. നീ ആണെങ്കിൽ ഡെയിലി നിന്റെ റുട്ടീൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ്, അതിനകത്ത് നീ ഒരു ന്യൂനെസ് ഒന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല. Estragon is hungry and Vladimir offers him a carrot. And he can find his pockets though are turnips. Finally he finds a carrot and gives it to Estragon. ഇതിനകത്തൊക്കെയാണ് നമ്മൾ ഈ അൺസർട്ടനിറ്റി കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഇപ്പം സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അൺസർട്ടനിറ്റി വളരെ പ്രോപ്പർ ആയിട്ട് എവിഡന്റ് ആയിട്ട് നമുക്ക് വിസിബിൾ ആണ്. Vladimir is actually searching for a carrot and he gets a turnip. Again the confusion falls and again he starts searching and finds a carrot again. Okay, so ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഈസ്ട്രഗൻ വളരെ ഭയത്തോടു കൂടി വളരെയധികം വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിലെ സില്ലി ഇൻസിഡൻസ് പോലും വളരെയധികം ബോംബാസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ഈസ് ദാറ്റ് ഇവർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല, ഫുൾ ടൈം ഐഡിലാണ് ഇവർ. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് മുന്നിൽ പ്രതീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഇവരുടെ മുന്നിലുള്ള പ്രതീക്ഷ മറ്റേ ഗോദോ വരും എന്നുള്ള പ്രതീക്ഷയാണ്. ആൻഡ് ദിവസവും ഗോദോ ഇവർക്ക് കൊടുക്കുന്ന ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ബിറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ വരില്ല, ഐ വിൽ കം ടുമോറോ എന്നുള്ള മെസ്സേജ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഗോദോ ഈസ് ഹോപ്പ്, ഗോദോ ഈസ് ഗോഡ് എന്നൊക്കെയുള്ള ഒരു അസംഷൻ നമുക്ക് വരുന്നത്. ആൻഡ് ഗോദോ ഡയറക്റ്റ് ആയിട്ടല്ല ഇവർക്ക് ത്രൂ അഡ്രസ്സോ അല്ലെങ്കിൽ ത്രൂ അതർ മീൻസോ അല്ല ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അതൊരു മെസ്സഞ്ചർ ബോയിലൂടെയാണ്. ഓക്കെ, ദിവസവും മെസ്സഞ്ചർ ബോയ് ഇവരുടെ അടുത്ത് വരാറുണ്ട്. എല്ലാ ദിവസവും മെസ്സഞ്ചർ ബോയ്ക്ക് പറയാനായിട്ടുള്ളത് സെയിം റെസ്പോൺസ് ആണ്, ഗോദോ വിൽ നോട്ട് കം ടുഡേ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്ലേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.